യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നല്ലോ. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ നാളുകളെല്ലാം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അബ്രഹാം വ്യക്തിപരമായി ആഗ്രഹിച്ചതായ ഒരു വിഷയമായിരുന്നു തനിക്കൊരു മകൻ ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ ആഗ്രഹം അബ്രഹാമിന് ഒരു മകൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, അബ്രഹാമിൻ്റെ സന്തതി മൂലം ഈ ലോകത്തെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരണമായി അബ്രഹാമിൻ്റെ സന്തതി മാറണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അതിന് അബ്രഹാമിൽ നിന്നും ദൈവം ഒരു സമർപ്പണം ആഗ്രഹിക്കുന്നു. നമ്മൾ ദൈവസ്ഥനിൽ സമർപ്പിക്കുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റും. നമ്മുടെ സമർപ്പണം ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. പക്ഷെ അതിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ധാരാളം സ്ട്രഗിൾസിലൂടെ, പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണല്ലോ. അബ്രഹാം, അവന് വേണ്ടതായ ധാരാളം സമ്പത്തുണ്ട്, അവൻ്റെ ദാസിദാസന്മാരുണ്ട്. അന്നത്തെ ആ നിലവാരത്തിൽ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. കൂടാരം മാറ്റിയടിച്ച് താമസിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അബ്രഹാമിൻ്റെ ജീവിതത്തിലില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നൊമാഡിനെ പോലെ ജീവിക്കേണ്ടതായ ഒരു കാര്യവും അബ്രഹാമിനില്ല. പക്ഷെ അബ്രഹാം അങ്ങനെയൊക്കെ ആയതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ലക്ഷ്യവും ഉണ്ടായിരുന്നെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നത് സുഖപ്രദമായി തീരണം, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മേഖലയിൽ നമുക്കായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വിളി അത് നമ്മളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആ ഹിതത്തിലേക്കും ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്കും ദൈവം നമ്മെ ഒരു ഉപകരണമാക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അബ്രഹാം ദൈവത്തെ അനുസരിക്കാതെ അവൻ ജീവിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വിളിയോട് റെസ്പോണ്ട് ചെയ്യാതെ, അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോടുകൂടെ അബ്രഹാം ഹാരാനിൽ തന്നെ പാർത്തിരുന്നെങ്കിൽ, അല്ല അവൻ ഊരിൽ തന്നെ അപ്പൻ്റെ കൂടെ അവൻ താമസിച്ചിരുന്നെങ്കിൽ, ഒരു സാധാരണ ഒരു വിശ്വാസി എന്നവണ്ണം ദൈവത്തെ ശരാശരി വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിയായി തുടർന്നിരുന്നെങ്കിൽ അബ്രഹാം ഇന്ന് ഭൂമിയിൽ അറിയപ്പെടുമായിരുന്നോ? പക്ഷെ ഒരു കാര്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ, ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കത്തില്ല. ദൈവം അതിൽ വിശ്വസ്തനായ ദൈവമാണ്. അബ്രഹാം അല്ലെങ്കിൽ മറ്റൊരാളെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിക്കും. പക്ഷേ അബ്രഹാം അനുസരിക്കുന്നവനായി തീർന്നതുകൊണ്ട്, അബ്രഹാമിൻ്റെ അനുസരണത്തിലൂടെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുക വഴി ദൈവം ലോകത്തെയും അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ടൊക്കെ ചിന്തിക്കുന്ന എന്തുവാ? അനുഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു വീട്, നല്ലൊരു വാഹനം, മക്കൾ, അവർക്ക് നല്ല ജോലി, നല്ല ഭാവി, ഇത്രയും ഉറപ്പിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, യെസ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടെ ആളുകൾ കടന്നു വരുമ്പോൾ അവരെ തന്നെ ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, എനിക്ക് ശരിയായിട്ടുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ ഈ ലോകത്ത് സാധിച്ചില്ല. യെസ്, ഞാൻ നല്ല വീട് വെച്ചു, എനിക്ക് ദൈവം നല്ല മക്കളെ തന്നു, അവർക്ക് നല്ല ഭാവിയുണ്ടായി, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും ആത്യന്തികമായി മനുഷ്യൻ നിത്യതയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ദൈവത്തിന് മുമ്പാകെ ദൈവത്തോടുള്ള ആ കണക്കെടുപ്പിൽ അവൻ എങ്ങനെയായിരിക്കും, അതിനുള്ള ഒരു സമാധാന ഹൃദയം അവനിലുണ്ടോ എന്നവൻ പരിശോധിക്കുമ്പോൾ മറുപടി അവന് അനുകൂലമല്ലെങ്കിൽ അവനെ പോലെ അരിഷ്ടൻ, അവനെ പോലെ കഷ്ടതയുള്ള മനുഷ്യൻ വേറെ ആരും ഉണ്ടാവുകയില്ല. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്, അബ്രഹാമിനെ പോലെ നമ്മൾ ദൈവത്തെ അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമോ വെച്ച് ധാരാളം സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ ആ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വളരെ കൃതാർത്ഥരുമായി മാറാം. പക്ഷേ ദൈവവുമായിട്ട് തണ്ടിച്ചു നോക്കുമ്പോൾ, ദൈവം മുമ്പാകെ ദൈവം എന്നോട് കാര്യം അന്വേഷിക്കുമ്പോൾ, കാര്യം തിരക്കുമ്പോൾ, കണക്ക് ചോദിക്കുമ്പോൾ എൻ്റെ കരം ബലപ്പെട്ടിരിക്കുമോ, ഞാൻ ദൈവത്തിനു മുമ്പാകെ ധൈര്യത്തോടു കൂടി നിൽക്കുമോ എന്നുള്ളതായ ഒരു വിചിന്തനം നമുക്ക് വളരെ ആവശ്യമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അബ്രഹാം എന്തു ചെയ്തു? തനിക്കുള്ളതിനേക്കാളും താൻ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു, ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തു, ദൈവം പറയുന്ന പോലെ ജീവിക്കുന്നതിന് താൻ പ്രാധാന്യം കൊടുത്തു. നോക്കൂ, തൻ്റെ അപ്പൻ്റെ ഭവനമായ ഊരിൽ അവൻ നിന്നില്ല.
അതെ, പിന്നീട് ഹാരാനി വന്നു. അവൻ അവിടെ നിന്നില്ല. അവിടെ നിന്ന് വീണ്ടും വീണ്ടും അവൻ കൂടാരം മാറ്റിയടിച്ച് തന്റെ സഹോദരപുത്രന്റെ വാക്കിന് പോലും വില കൊടുക്കാതെ അബ്രഹാം ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് വിശുദ്ധ വേദോസത്തിൽ നമ്മൾ കാണുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നാം ദൈവത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ദൈവത്തോട് കണക്ക് പറയുവാൻ ബലമുള്ളവരാണോ, കരുത്തുള്ളവരാണോ? നമുക്ക് ദൈവസ്ഥാനത്തിൽ വിശ്വസ്തരായി നിൽക്കുവാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കാതലായൊരു വ്യത്യാസം വന്നേ മതിയാകത്തുള്ളൂ. അതേ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു മകൻ ഉണ്ടാവുക എന്നുള്ളത് തൻ്റെ ആഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ മകൻ ഉണ്ടാവുക എന്നുള്ള സ്വപ്നം ഉപേക്ഷിച്ച പോലെ നിൽക്കുന്നതായ അബ്രഹാം, കാരണം അബ്രഹാമിന്റെ ശരീരത്തിന്റെ ശക്തി കുറഞ്ഞുപോയി, പുത്രോത്പാദനത്തിന് ശക്തിയില്ല. അതേപോലെ തന്നെ തന്റെ ഭാര്യയായ സാറയ്ക്ക് സ്ത്രീകൾക്ക് പതിവായി ഉണ്ടാകുന്ന മുറ നിന്നുപോയെന്നും പുത്രോത്പാദനത്തിന് ശക്തിയില്ലെന്നുള്ളതും, അതേപോലെ തന്നെ സുഖഭോഗം ഉണ്ടാകുവാൻ കഴിയുന്നതായ ഒരു ശാരീരികമായ അവസ്ഥയിലല്ല സാറ എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ പ്രതികൂലങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലും ദൈവം അവരോട് ദൈവത്തിന്റെ വാഗ്ദത്തം കൂടെ സംസാരിക്കുമ്പോൾ, ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, ദൈവം വാഗ്ദത്തം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എനിക്ക് തന്നെ അസ്വസ്ഥ തോന്നിയിട്ടുണ്ട്, ദൈവം എന്തുകൊണ്ടാണ് പിന്നെയും വാഗ്ദത്തം പറയുന്നത്? ഇത് അവർക്ക് മനസ്സിലാവുകയില്ലേ? ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ടായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് ദൈവം വീണ്ടും ഈ വാഗ്ദത്തങ്ങൾ ആവർത്തിക്കുന്നു? അത് മറ്റൊന്നുകൊണ്ടോ അല്ല, ദൈവപ്രവൃത്തി അവരുടെ ഉള്ളിൽ നടക്കണമെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടായാൽ മതിയാവുള്ളൂ. വിശ്വാസം വരുന്നത് ദൈവവചനത്തെ നമ്മൾ വായിക്കുന്ന പോലെ, റോമാലയത്തിൽ വായിക്കുന്ന പോലെ, അതെ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ കേൾവി വരുന്നത് ദൈവത്തിൽ നിന്നാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വിശ്വാസം അവരുടെ ഉള്ളിൽ ഉണ്ടായി ദൈവത്തിന്റെ പ്രോമിസസ് അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ വേണ്ടി ദൈവം മനഃപൂർവ്വമായി അവരോട് സംസാരിക്കുക. ദൈവത്തിന് തെറ്റിട്ടില്ല. അതെ, അബ്രഹാമിൽ ദൈവം ആ പ്രവൃത്തി ചെയ്യുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് അതേ തന്റെ വാഗ്ദത്തങ്ങളെ വീണ്ടും ആവർത്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ പോലും ഇവിടെ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതായ ഒരു മാനസിക അവസ്ഥയിലും അതേ ഒരു ചിന്താ അവസ്ഥയിലും നിങ്ങളായിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അതേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ അതേ ഒരുങ്ങിയിരിക്കുന്നതായ ഒരു അനുഭവമാണ്. അത് എത്രയും പെട്ടെന്ന് നിറവേറ്റപ്പെടുവാനിടയായി തീരും. നമ്മൾ ഈ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ സന്ദർഭങ്ങളിലേക്കാണ് അബ്രഹാമും സാറായും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ 3 പുരുഷന്മാർ, 3 ദൂതന്മാർ, അതിലൊരുവൻ കർത്താവ് യേശുക്രിസ്തുവാണ് എന്ന് അനേക വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നുണ്ട്. അതേ ദൈവത്തിന്റെ വിസിറ്റേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ഞാൻ പ്രധാനമായി ചിന്തിക്കുന്നത് ഈ 3 പുരുഷന്മാർ കടന്നു വന്നത് സാറായെ റീജനറേറ്റ് ചെയ്യാനാണ്. അവളുടെ ശരീരത്തെ, അതേ ഇപ്പോൾ വൃദ്ധാവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാറായെ, ഏതാണ്ട് 30 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം സാറ മരിക്കുന്നു വാർദ്ധക്യത്തിൽ. അതേപോലെ ഏതാണ്ട് 75 വയസ്സ് കഴിയുമ്പോൾ അബ്രഹാം മരിക്കുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് അതേ അബ്രഹാമിനെയും സാറയെയും അതേ അവർക്ക് പുനർജീവൻ നൽകുവാൻ, അതേ അബ്രഹാമിനും സാറായ്ക്കും പുതിയ ശക്തി കൊടുക്കുവാൻ, ശരീരത്തിന് ബലം കൊടുക്കുവാൻ, അതേ തടർന്നുപോയ അവരുടെ ശാരീരിക ആരോഗ്യത്തിന് ബലവും ശക്തിയും ഓജസ്സും കൊടുക്കുവാൻ ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാർ കടന്നു വന്നിരിക്കുകയാണ്. അതെ, അവർ ദൈവദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ, അതേ അവർ അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയപ്പോൾ അവർ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെടുവാൻ സാധിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ വിസിറ്റേഷൻ ആവശ്യമാണ്. ദൈവം നമ്മെ സന്ദർശിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ അതേ വേദഭാഗം തന്നെയാണ്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. സാറായുടെ ചിരിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അതേ സാറ കൂടാരവാതിക്കൽ, അതേ അബ്രഹാമിന്റെ പുറകിൽ നിന്ന് ദൂതന്മാർ അബ്രഹാമിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാറയുടെ ഉള്ളിൽ ചിരി വന്നത് അതിന്റെ കാരണം അവരുടെ അപ്പോഴത്തെ ശാരീരിക അവസ്ഥയെ ഓർത്തുകൊണ്ട് അവളുടെ ഉള്ളിൽ അവൾ ചിരിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവളുടെ ചിരി, അതുകൊണ്ട് ദൈവം അവളോട് ചോദിച്ചു, സാറേ നീ ചിരിച്ചതെന്ത്? യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ
ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവത്തിന്റെ വല്ലഭത്വത്തെക്കുറിച്ച് ദൈവം ഇവിടെ അബ്രഹാമിനോട് സാറായിയോട് സംസാരിക്കുക. നോക്കൂ, അവിടെയും ദൈവത്തിന്റെ വചനമാണ് അവരെ ബലപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയട്ടെ, എന്തുകൊണ്ട് നമ്മൾ വചനം നന്നായി കേൾക്കണം? നമുക്ക് അതേ ദൈവത്തെ അനുസരിപ്പാനും ദൈവപ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ ദൈവവചനം കേട്ട് ശക്തരായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. യെരമ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അയ്യോ യഹോവയെ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയതായി ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം ഇവിടെ അബ്രഹാമിനോടും സാറായോടും പറയുന്നത് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മൾ 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: സാറ ഭയപ്പെട്ടു, ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട വീഴ്ച സാറായുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. സാറ ചിരിച്ചത് ഉള്ളുകൊണ്ടാണ്. പക്ഷെ ദൈവം അറിഞ്ഞു. ദൈവം ആ സത്യം അവളോട് വെളിപ്പെടുത്തി. നീ ചിരിച്ചു, പക്ഷെ സാറ ഭയപ്പെട്ടു. അതായത്, ഞാൻ ചിരിച്ചത് എനിക്ക് പ്രശ്നമാകുമോ? ഒരുപക്ഷെ ഈ വാഗ്ദത്തം അന്യപ്പെടുവാനിടയായി തീരുമോ? എൻ്റെ യജമാനനായ എൻ്റെ ഭർത്താവ് എന്നെ ശാസിക്കുമോ ഞാൻ ഇങ്ങനെ ചിരിച്ചതിൽ? നോക്കൂ, അവൾ ആരും അറിയാതെ ചിരിച്ചെങ്കിലും ദൈവം അറിഞ്ഞുവെന്ന് അവൾ അറിഞ്ഞപ്പോൾ അവൾ ഭയപ്പെടുവാനിടയായി തീർന്നു. ഇത് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവമുമ്പാകെ നമ്മളിങ്ങനെ നമ്മളെ തന്നെ രക്ഷിക്കുവാൻ നമ്മൾ കള്ളം പറയുന്നതായ ജീവിത അനുഭവങ്ങളുണ്ട്. ഇനി ദൈവമുമ്പാകെ അല്ലെങ്കിലും മനുഷ്യന്റെ മുമ്പാകെ എങ്കിലും നമ്മൾ അങ്ങനെ പറയുന്നതായ ജഡത്തിൻ്റെതായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതിനർത്ഥം തെറ്റായ ഭയം അതേ ഈ സാറായിയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. നോക്കൂ, സാറ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? സാറ ഭയപ്പെടേണ്ട കാര്യമില്ല. അവളുടെ ചിരി അവളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ചിരിയെ നമുക്ക് പല വിധത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് ഇന്നലെ ഞാൻ പറയുകയുണ്ടായി. പക്ഷേ സാറ ആ ഭയം കാരണം, നോക്കൂ, ദൈവം അവളെ അറിഞ്ഞു, അല്ലെങ്കിൽ അവളുടെ ചിരിയെ മനസ്സിലാക്കി. നീ എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചപ്പോൾ അവൾ അന്യായമായിട്ട് ഭയപ്പെടുവാനിടയായി തീർന്നു. നമ്മൾ കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ഭയപ്പെടാൻ പാടില്ല. ഈ ഭയം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ പാപ സ്വഭാവം മുളച്ചു വരുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഭയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പാപത്തിന് അത് കാരണമായി തീരുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിലും ഇതേപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അബ്രഹാം മിസ്രൈമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആളുകൾ തൻ്റെ ഭാര്യയായ സാറായിയുടെ സൗന്ദര്യം കണ്ട് അവളെ വശത്താക്കുമോ എന്ന് ഭയപ്പെട്ട് സാറയോട് അബ്രഹാം പറയുന്നുണ്ട്: നീ എൻ്റെ ഭാര്യ എന്ന് ആരോടും പറയേണ്ട, നീ എൻ്റെ സഹോദരിയാണെന്നേ പറയാവൂ എന്ന് സാറയോട് ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറി എന്നുള്ളതും നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ പിന്നീട് അവിടുത്തെ രാജാവ് തന്നെ ചോദിച്ചു: നീ എന്തിനാ മറച്ചു വെച്ചത്? നിന്റെ ഭാര്യയാണെന്ന് പറയായിരുന്നെങ്കിൽ ഞാൻ അവളെ ഇങ്ങനെ വശീകരിക്കത്തില്ലായിരുന്നല്ലോ എന്ന് അബ്രഹാമിനോട് പറയുകയുണ്ടായി. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അന്യായമായ ഭയം. നമ്മൾ നമ്മുടെ കാര്യങ്ങളെ ദൈവത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യന്റെ തന്ത്രങ്ങളിലൂടെയല്ല ദൈവം നമ്മളെ വിടുവിക്കുന്നത്, മറിച്ച് ദൈവം നമ്മെ വിടുവിക്കുന്നത് അവന്റെ കാരണത്താൽ തന്നെയാണ്. അവൻ തന്നെയാണ് നമ്മെ വിടുവിക്കുന്നത്, നമ്മുടെ തന്ത്രങ്ങളല്ല. പക്ഷെ പലപ്പോഴും മനുഷ്യന്റെ തന്ത്രങ്ങൾ വിജയിച്ചതായ അനുഭവങ്ങളുണ്ട്. പക്ഷെ അവിടെ നിന്നും ദൈവത്തിന് അത് വലിയ താല്പര്യമുള്ള വിഷയമല്ലെന്ന് നമുക്ക് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഇത് ദൈവം നമുക്ക് എല്ലാവർക്കും നൽകുന്നതായ ഒരു പ്രമാണമാണ്. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം. എവിടെ പോയാലും ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അബ്രഹാം ഇത് സംബന്ധിച്ച് പറഞ്ഞതായ ഒരു കാര്യം കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ആ വേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഈ സ്ഥലത്ത് ദൈവഭയമില്ല, നിശ്ചയം എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. നോക്കൂ, അബ്രഹാം പറയുന്നു, എന്ന് ഞാൻ നിരൂപിച്ചു. എങ്ങനെ നിരൂപിച്ചു? ഇവിടെ ദൈവഭയം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും. അപ്പോൾ അവിടെ ദൈവഭയം ഇല്ലാത്തതുകൊണ്ട് അതേ അബ്രഹാം ഭയപ്പെട്ടു പോയതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിൽ തന്നെ നമ്മൾ ഭയപ്പെടുന്നവരായി തീരില്ല. മറിച്ച് ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ ദൈവ വഴിയിൽ നിന്ന് വിട്ടുപോകത്തില്ല.
അതെ, നമ്മൾ അവിടെ അസത്യം പറയത്തില്ല. നമ്മൾ അവിടെ നീതിമാന്മാരായി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നവർ ആയി തീരുമെന്നാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. പക്ഷെ എന്നിട്ട് പോലും സാറായിയുടെ ജീവിതത്തിൽ ദൈവം അത് അവൾക്ക് പ്രതികൂലമാക്കിയില്ല, മറിച്ച് ദൈവം അവൾക്കത് അനുകൂലമാക്കിയെന്നും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനാണ് ദൈവം അവിടെ പ്രാധാന്യം കൊടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. അതെ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സാറായെ പോലെ നമ്മൾ ഭയപ്പെട്ടു പോകരുത്. സാറായെ പോലെ നമ്മൾ അസത്യം ചെയ്യരുത്. സാറായെ പോലെ നമ്മൾ പോഷ്ക്ക് പറയരുത്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ വിശ്വസിച്ച് അവൾ മുന്നോട്ട് പോകണം. ചിരിച്ച് നമ്മൾ ആ ചിരിയെ അതിന് മുമ്പാകെ ഭയപ്പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നവരല്ല, മറിച്ച് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആയിത്തീരണം. ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ പ്രവാസകാലം ഭയത്തോടും ദൈവഭയത്തോടും ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിനെ പോലെ, സാറായെ പോലെ ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. ദൈവം തൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുകയില്ല. അതേ, ദൈവം ജീവിക്കുന്നവനാണ്. അതുപോലെ തൻ്റെ വാഗ്ദത്തങ്ങളും ഞങ്ങളുടെ മേൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.